നമ്മൾ മുദ്ര ലോൺ കിട്ടുന്നില്ലേ എന്നുള്ള ടൈറ്റിലിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ലോങ് വീഡിയോ വരുന്നത്. എന്താണ് ഉദ്യമി മിത്ര പോർട്ടൽ? പുതിയ സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന ഗുണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ബാങ്കുകൾ മുദ്ര ലോൺ തരാൻ മടിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു പോർട്ടലാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമി മിത്ര പോർട്ടൽ. ഇതുകൊണ്ട് ഒരു ബിസിനസ്സുകാരന് ലഭിക്കുന്ന മറ്റു പ്രധാന ആനുകൂല്യങ്ങളെ പറ്റി കൂടെയാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഉദ്യമി മിത്ര പോർട്ടൽ? ചെറുകിട ഇടത്തരം സംരംഭകരെയും അതായത് MSME കളെയും ബാങ്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഔദ്യോഗിക പോർട്ടലാണിത്. ഈ പോർട്ടലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കുക. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ലോൺ പ്രക്രിയ സുതാര്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബാങ്കുകൾക്ക് കാരണം കൂടാതെ നിങ്ങളുടെ അപേക്ഷ തള്ളാൻ കഴിയില്ല. അതായത് സിസ്റ്റമാറ്റിക് റിജക്ഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ബാങ്കിൽ നേരിട്ട് പോകുമ്പോൾ ഒരുപാട് ഒഴിവുകൾ അവർ പറയും. ഈ ബാങ്ക് കൊടുക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനേജർ സമ്മതിക്കുന്നില്ല, സീനിയേഴ്സ് സമ്മതിക്കുന്നില്ല, ഹെഡ് ഓഫീസിന് സമ്മതിക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവർ പറയാറുണ്ട്. നേരിട്ട് നമ്മളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് വരെ അവർ പറഞ്ഞു കളയും. എന്നാൽ ഉദ്യമി മിത്ര വഴി നിങ്ങൾ അപേക്ഷിച്ചാൽ ബാങ്കിന് സിസ്റ്റത്തിൽ വ്യക്തമായ കാരണം രേഖപ്പെടുത്തേണ്ടി വരും. റീസൺ ഓഫ് റിജക്ഷൻ രേഖപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ നിരസിക്കലുകൾ ഇതുകൊണ്ട് തടയാൻ പറ്റും. 2, ഒറ്റ അപേക്ഷ പല ബാങ്കുകൾ. നിങ്ങൾ ഒരു ബാങ്കിലേക്ക് മാത്രം അപേക്ഷിക്കേണ്ടതില്ല. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, NBFC ബാങ്കുകൾ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾ എന്നിവരിലേക്ക് നിങ്ങളുടെ അപേക്ഷ ഒരേ സമയമാണ് ഈ പോർട്ടൽ എത്തിക്കുന്നത്. 3-ാമത്തെ കാര്യം, ഹാൻഡ് ഹോൾഡിംഗ് പിന്തുണ. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ പ്രൊജക്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും അറിയില്ല. പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ചെയ്യണം അതും അറിയില്ല. ഈ പോർട്ടലിൽ 1.25 ലക്ഷത്തിലധികം ഹാൻഡ് ഹോൾഡിംഗ് ഏജൻസീസ് ഉണ്ട്. സാമ്പത്തിക വിദഗ്ധർ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇങ്ങനെയുള്ള ആളുകൾ വഴി നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും സബ്സിഡികൾ മനസ്സിലാക്കാനും ട്രെയിനിങ് നേടാനും ഉള്ള സഹായം കിട്ടും. ഇതേ കാര്യം തന്നെ നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രൊജക്ട് എന്താണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് അനുസൃതമായിട്ട് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ റെഡിമെയ്ഡ് ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടുകൾക്ക് 999 രൂപയാണ് വില വരുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിൽ റേറ്റിൽ വ്യത്യാസം വരും. ആവശ്യമുള്ളവർക്ക് കമന്റിൽ ബന്ധപ്പെടാം, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. 4-ാമത്തെ ഗുണം, മറ്റ് ലോൺ സ്കീമുകളും സബ്സിഡികളെ പറ്റിയും ഇവിടെ അറിയാൻ പറ്റും. അതായത് മുദ്ര ലോൺ മാത്രമല്ല ഇവർ ഡീൽ ചെയ്യുന്നത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. സ്ത്രീകൾക്കും SC/ST വിഭാഗക്കാർക്കും 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കിട്ടുന്ന ഒരു സ്കീമാണിത്. അതിനെപ്പറ്റി അറിയാൻ പറ്റും. അഗ്രി ബിസിനസ് ലോണുകളെ പറ്റി അറിയാൻ പറ്റും. മറ്റ് MSME സബ്സിഡി സ്കീമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ സൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. 5-ാമത്തെ ഗുണം, അപേക്ഷ തത്സമയം ട്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് കിട്ടും. അതുപോലെ തന്നെ ഗ്രീവൻസ് റിഡ്രസലും കിട്ടും. നിങ്ങളുടെ അപേക്ഷ നിലവിൽ ഏത് സ്റ്റേജിലാണ്, അണ്ടർ പ്രോസസ് ആണോ, അപ്രൂവ്ഡ് ആണോ, ഡിസ്ബേഴ്സ്ഡ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. 2-ാമത്തെ കാര്യം, ബാങ്ക് അനാവശ്യമായി വൈകിപ്പിച്ചാൽ, നിങ്ങൾക്ക് ഒരു മറുപടി പോലും തരാതിരുന്നാൽ ഈ പോർട്ടൽ വഴി തന്നെ നിങ്ങൾക്ക് പരാതി നൽകാനും പറ്റും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം? ആദ്യമായിട്ട് പോർട്ടലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്യമി മിത്ര പോർട്ടലിലേക്ക് നിങ്ങൾ എത്തപ്പെടും. അവിടെ അപ്ലൈ നൗ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും ബിസിനസ് പ്ലാനുമാണ് അവിടെ ചോദിക്കുന്നത്. അത് കൊടുക്കണം. ഇനി വേണ്ട രേഖകൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കണം. ഒന്ന് ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ബിസിനസ് പ്ലാന്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രോജക്ട് റിപ്പോർട്ട്സ്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അത് ചെയ്തു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള ബാങ്കുകൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇതര ബാങ്കുകളിലേക്ക് അവർ തന്നെ വിട്ടുകൊള്ളും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുദ്ര ലോൺ എടുത്തു തരാം എന്ന് പറഞ്ഞ ഒരുപാട് പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അതിലൊന്നും ചെന്ന് വീണേക്കരുത്. കാരണം അവർ ഇൻഷുറൻസ് എന്നുള്ള പേരിൽ ആദ്യം ഒരു 1800-1900 രൂപ അടിച്ചു മാറ്റും. പിന്നെയും പല പല ചാർജുകൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് 1 രൂപയുടെ ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ടോട്ടലി ഫ്രോഡാണ്. ഈ മുദ്ര ലോൺ ആർക്കും എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഞങ്ങൾക്ക് പോലും അത് എടുത്തു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്, ഡയറക്റ്റ് ആണ് ചെല്ലേണ്ടത്. ഇനി അതുകൊണ്ട് ലോണിനായിട്ട് ഇടനിലക്കാരെയോ ബാങ്കുകളിലോ
പിന്നാലെ നടന്ന സമയം കളയാതെ ഉദ്യമി മിത്ര പോർട്ടൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ഫോളോ ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.